ശ്രീ രാധാകൃഷ്ണൻ നായരാണ്, ഹരിപ്പാട് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുകുമാരൻ നായരും കെ ബി ഗണേഷ് കുമാറും തമ്മിൽ നടത്തിയ വാക്പോര്, അതിൽ കെ ബി ഗണേഷ് കുമാർ അതിരൂക്ഷമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊക്കെയാണ് ചൊരിഞ്ഞത്. അഴിമതിക്കാരൻ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശുനകനോ എന്നുവരെ ഉപമിക്കുന്ന തരത്തിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് സുകുമാരൻ നായർ സാധാരണ പതിവൊക്കെ വിട്ട് വളരെ മയപ്പെട്ടാണ് പ്രതികരിച്ചത്. എന്താവും കാരണം? സാറേ, അത് എന്തെങ്കിലും ഗണേഷ് കുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിട്ടായിരിക്കുമല്ലോ മയപ്പെട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ആരെങ്കിലുമൊക്കെ NSSനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചു മറുപടി കൊടുത്തിട്ടുള്ള ആളാണ് സുകുമാരൻ നായർ എന്ന് പറയുന്നത്. ഇപ്പം ഗണേഷ് കുമാർ തന്നല്ല, NSSലെ പല ആൾക്കാരും, NSSന് വിട്ടുപോയ കുറെ ആൾക്കാർ നേരത്തെ അതെ NSSന് എതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ബയല ശരിയല്ല, ബയല അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു. ഇതിപ്പം ഒരാള് തലപ്പത്തിരുന്നോണ്ട് ആ ആളിന്റെ ആളുകളെ എല്ലാ സ്ഥാനത്തും പ്രതിഷ്ഠിക്കുക, ആ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അതായത് തിരുവായ്ക്ക് എതിർവായില്ല, ആ ഒരു ശൈലിയാണ് ഇപ്പൊ NSS നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ NSS പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ വി ഗണേഷ് കുമാർ പറയുന്ന ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടാവുമെന്നാണോ? കഴമ്പ് കാണുമല്ലോ സാർ, അല്ലെങ്കിൽ കഴമ്പില്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കാതിരിക്കത്തില്ലല്ലോ, ഇല്ല അതിന് സംസാരിക്കത്തില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് വേറെ ഒരു കാര്യം, ഗണേഷ് കുമാർ ഈ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പറും അവിടെ താലൂക്ക് യൂണിയന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ശേഷം MLA സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം കൂടിയാണ് എന്നതും കൂടി ഓർക്കണം. അല്ല, അതായിക്കോട്ടെ, അതിപ്പോ തെരഞ്ഞെടുപ്പിനായി ഇപ്പൊ സമുദായ നേതാക്കൾ പല ആൾക്കാരിൽ നിന്ന് തോറ്റിട്ടില്ല, ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടിട്ടില്ല, വിജയിച്ചിട്ടുമുണ്ട്. അതിന്റെ അല്ല, ഇതിപ്പം ഗണേഷ് കുമാറിനെ മാറ്റിയെന്ന് പറഞ്ഞാൽ അവര് മൊത്തത്തിലുള്ള ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടണവർ. ഇത് അങ്ങനല്ല ചെയ്തത്. ബാക്കി എല്ലാവരും നിലനിർത്തിക്കൊണ്ട് ഗണേഷ് കുമാറിനെ മാത്രമാണ് പിരിച്ചുവിട്ടത്, ഒഴിവാക്കിയത് NSSന്ന്. അല്ലെങ്കിൽ അന്നത്തെ ആ കമ്മിറ്റിക്കാരെ ഫുള്ളായിട്ട് മാറ്റണമായിരുന്നു, അത് ചെയ്തില്ല. അന്നേരം മറ്റവരെല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് ഗണേഷ് കുമാറിനെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി. അന്നേരം മറ്റുള്ളവര് ഈ ജനറൽ സെക്രട്ടറിക്ക് ഓശാന വരുന്ന ആളുകളായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്, അല്ലേ? ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും കാതലായ ഒരു മാറ്റം ഉണ്ടാവണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി. അല്ലാതെ ഒരാൾ തന്നെ എല്ലാ പ്രാവശ്യം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ തുറന്നു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിനോട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗണേഷ് കുമാർ അധികാരം നഷ്ടപ്പെട്ട ശേഷമാണ് എല്ലാം, അല്ലെങ്കിൽ NSSലെ പദവിയും രാഷ്ട്രീയത്തിലെ പദവിയും എല്ലാം നഷ്ടപ്പെട്ട ശേഷമാണെങ്കിലും അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്ക് മയപ്പെട്ട മറുപടിയായിരുന്നു ഇന്ന് സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കിരൺ, നമ്മൾ ഏതാണ്ട് ഈ പൊതുവേദി സംപ്രേഷണം തുടങ്ങിയിട്ട് എൻ്റെ ഏകദേശ ഒരു ധാരണ ഒരു 7-8 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി തവണ NSS SNDP ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ശ്രീ ഗണേഷ് കുമാർ സംസാരിക്കാൻ തയ്യാറായി. അദ്ദേഹം അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്? അദ്ദേഹം നിങ്ങൾ പത്രക്കാരെ പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയെ പോലെ ഈ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ഒരു ജന്മം മുഴുവൻ, കാരണം NSSന്റെ സിസ്റ്റം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നാരായണ പണിക്കർ കഴിഞ്ഞപ്പോഴത്തേക്കിന് സുകുമാരൻ നായർ ഇവർ ആ സ്വച്ഛാധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഇദ്ദേഹം അവകാശവാദം ഉന്നയിക്കും. ഞാനും ഒരു NSS കരയോഗത്തിൽ നിരവധി തവണ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. നിരവധി തവണ ഞാൻ ചങ്ങനാശ്ശേരി പോയിട്ടുണ്ട്, ശ്രീ സുകുമാരൻ നായരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അദ്ദേഹം കുറച്ച് ആക്ഷനൊക്കെ കാണിച്ചല്ലോ നമ്മുടെ ഗണേഷ് കുമാർ ഈ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച്. വളരെ ശരിയാണ്. ഞാനൊരു കരയോഗം സെക്രട്ടറി ആയിട്ട് നിരവധി തവണ ഇരുന്ന ആളാണ്. ചാത്തന്നൂർ NSS 898 നമ്പർ കരയോഗം. ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം ഒന്നും ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ല, ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ ധാരാളം വിമർശിച്ചല്ലോ ഏകാധിപത്യത്തെ കുറിച്ച്. ഇപ്പോഴും നമ്മൾ പുതിയ മുഖ്യമന്ത്രി ആ തലത്തിലേക്ക് വരുന്നു. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഇവരുടെയൊക്കെ സിൽബന്ധികളാണോ നമ്മൾ? NSSന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ താലൂക്ക് യൂണിയനുകളിലെല്ലാം അടിയാളന്മാരെ പോലെയാണ്. ഒരു താലൂക്ക് യൂണിയനുകളിലും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയില്ല. ഇപ്പൊ ഞങ്ങൾ ഇതിന് സമാനമായ ഒരു സംഭവം ഞങ്ങൾ ചാത്തന്നൂർ താലൂക്ക് യൂണിയൻ ഉണ്ടായി. ഒരു 5-6 വർഷത്തിന് മുമ്പ് നിലവിലിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് ഉണ്ണത്താനെ, അതിനു മുമ്പ് ശരചന്ദ്ര എന്ന് പറയുന്ന ഒരു മാന്യനായ നല്ലൊരു മനുഷ്യൻ, ഇവരെയൊക്കെ അങ്ങ് ഇദ്ദേഹം അവിടെ അങ്ങ് പിരിച്ചു. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുത്തവരെയൊക്കെ അങ്ങ് പിരിച്ചു വിടുകയാണ്. ശ്രീ കിരൺ, എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഈ കോടതി സർക്കാർ ഒന്ന് ഇടപെടണം. ഈ സമാന്തര സർക്കാരുകൾ
നമ്മൾ പറഞ്ഞല്ലേ ഈ വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഈ സമാന്തര ഭരണകൂടങ്ങളാണ് ഇവർക്കൊക്കെ സർക്കാരിന്റെ ഏക്കർ കണക്കിന് സ്വത്തും നിയമനവും ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് സമാന്തര ഗവൺമെന്റ് ആയിട്ട് ഈ സാമന്ത രാജാക്കന്മാരെ പോലെ ഇവർ പ്രവർത്തിക്കുകയാണ്. സത്യത്തിൽ ഈ 21-ാം നൂറ്റാണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ നിയമത്തിന് ഇപ്പോഴും കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ സ്വത്തുകൾ കൊടുത്ത് സമാന്തര രാജാക്കന്മാരായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വാഴിക്കുന്നത്? ഒരു തൊഴിൽ കൊടുക്കാൻ NSS ആർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? അഡ്മിഷൻ കിട്ടുമെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കാത്തു കിടക്കണം, കൊടുക്കത്തില്ലവര്. എന്തിനാണ് ഈ സമുദായം? ഇവർ ആരെ നന്നാക്കാനാണ് ഇരിക്കുന്നത്? ഇതിനെയൊക്കെ പിരിച്ചുവിട്ട് സർക്കാർ ഏറ്റെടുക്കണം. സമാന്തര ഗവൺമെന്റ് വേണ്ട, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് മതി. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇവരൊക്കെ സാമന്ത രാജാക്കന്മാരെ പോലെ ഇനിയും വാഴിക്കരുത്. കോടിക്കണക്കിന് സ്വത്തുക്കൾ അദ്ദേഹത്തിന് പേടി തുടങ്ങി. കാരണം ഗണേഷ് കുമാർ അകത്ത് നിൽക്കുന്നവർക്ക് പണ്ട് പറയത്തില്ല, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ കണക്കാണ്. ഗണേഷ് കുമാർ പുറത്ത് പറയും, ഇന്ന് ഭയന്നു. സുകുമാരൻ നായരുടെ ചരിത്രത്തിൽ ഇതുവരെ അദ്ദേഹം ഇങ്ങനെ ഭയന്ന് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ധാർഷ്ട്യത്തോടെ, ഇപ്പൊ പിണറായിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയും, ധാർഷ്ട്യത്തോടെ അല്ലേ രാഷ്ട്രീയക്കാരൊക്കെ കുറിച്ച് പറയുന്നത്. സുരേഷ് ഗോപിയെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ തറവാട്ടിനകത്ത് രാഷ്ട്രീയക്കാർ കാണാൻ ചെല്ലുന്ന നടക്കുക. മന്നത്ത് പത്മനാഭനെ അടക്കി ഭരിച്ചിരിക്കുകയാണ്. മന്നത്ത് പത്മനാഭൻ ആരാണ്? ഇദ്ദേഹത്തിന്റെ മുത്തശ്ശനാണോ? ആരെയും കയറ്റാതെ ഇദ്ദേഹം വെച്ചോണ്ടിരിക്കാൻ? ഇതൊക്കെ ഗണേഷ് കുമാർ സമാന്തരമായി വരണം. NSSൽ ധാരാളം ആൾക്കാർ മുന്നോട്ട് വരണം. ജനാധിപത്യ രീതിയിൽ 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണം. മന്നത്ത് പത്മനാഭൻ അന്നത്തെ സാഹചര്യത്തിലാണ് ഭരണഘടന, നമ്മളെ രാജ്യസഭാ സിസ്റ്റമാണ് NSSന്റെ തെരഞ്ഞെടുപ്പ്. ശ്രീ കിരണൻ അറിയാമോ? രാജ്യസഭയിലെ സിസ്റ്റമാണ്. ആർക്കും ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റത്തില്ല. SNDPയിലും അത് തന്നെ. ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ഇവരെ മാറ്റാൻ പറ്റുമോ? ഇവർ കോടിക്കണക്കിന് വരുന്ന ഞങ്ങളുടെ പാവങ്ങളുടെ സ്വത്ത് ഞങ്ങളെ പിഴിഞ്ഞ് ഇവർ തിന്നു കൊഴുത്ത് ഇവരുടെ മക്കളെയും മരുമക്കളെയും ആജ്ഞാനവർത്തികളെയും കൊണ്ടു നടക്കുകയാണ്. ഇതിനെതിരെ പോരാടണം. ഗണേഷ് കുമാർ മുന്നോട്ട് വരണം. ധാരാളം ജനങ്ങളെ കൂട്ടണം. ഗണേഷ് കുമാറൊരു വാട്സപ്പ് മെസ്സേജ് കൊടുത്താൽ അദ്ദേഹത്തോടുകൂടെ അണിചേരുവാൻ കേരളത്തിൽ സമുദായ അംഗങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്നും വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഞാൻ പറയുന്നത് ഗണേശൻ കാച്ച പറഞ്ഞോട്ട് മറുപടി പറഞ്ഞതായിരിക്കും. ശിവകുമാരൻ ഇന്നും ആ നാടൻ വിശ്വാസമാണ് ഇന്നും കാണിക്കുന്നത്. രാജാവ് പോലും ഇങ്ങനെ കാണിക്കില്ല. ഇവരെല്ലാം വീരൻ വെള്ളപ്പണി അതേത് രാജാവാ ശ്രീ മഹി? മഹാരാജാവിൽ നിന്ന് പോലെ അതേതാ ഈ മഹാരാജാവാരാ? മഹാരാജാവാണ്. ആ ശിവകുമാരൻ മഹാരാജാവിന്റെ ഇതാരെയും ഏത് മഹാരാജാവിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് താങ്കള്? മഹാരാജാവിന് നമ്മൾ ജനിക്കുമ്പോൾ അവിടെ പോയല്ല. അവരും പോലും നമ്മളെ തലമുറ താഴെ പറഞ്ഞിട്ടുണ്ട്. അവരും പോലും മഹി, അങ്ങനെ മഹാരാജാക്കന്മാരൊന്നും ഇല്ലിപ്പോ. ജനാധിപത്യത്തിന്റെ കാലമാണ് അവിടെ. എല്ലാവരും പണ്ടത്തെ അവർ ആ സുമാരൻ അങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ സുമാരൻ ഗണേശ് കൊടുക്കും. സുമാരൻ ഒരു സംശയം വേണ്ട. ഗണേശ് അതിനെ നമുക്ക് പോകുന്നില്ല. അവൻ സുമാരന് അതിന് ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ രാജാക്കന്മാരുടെ കാലത്തുള്ളത് കൊണ്ട് എനിക്ക് രാജാവ് എങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വിളിച്ച 3 പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ 2026 മെയ് 18 ശേഷം അല്ല സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയി വന്നത്. അതിനു മുമ്പേ സുകുമാരൻ നായരാണ് ജനറൽ സെക്രട്ടറി. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന VD സതീശനെ എതിരെ ഈ സുകുമാരൻ നായരെ കൊണ്ട് ഓരോന്ന് പറയുമ്പോൾ അതിന് സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്തവരാണ് ഈ വിളിച്ച 3 പ്രേക്ഷകർ. മുഹമ്മദ് മഞ്ചേരി, രാമേന്ദ്രനോ, കൊല്ലത്ത് ചാത്തന്നൂരിൽ നിന്ന് വിളിച്ച പുള്ളി. ഇല്ല, അവരാരും അങ്ങനെ മുമ്പ് നമ്മള്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.